നമസ്കാരം. എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം. 2024 സെപ്റ്റംബർ മാസം 9, 10, 11 തീയതികളിൽ ഈ നക്ഷത്രജാതകർക്ക് ഒരു അത്ഭുതം സംഭവിക്കും. സ്വന്തം അധ്വാനം കൊണ്ട് വിജയം നേടുന്നവരാണ് ഈ നക്ഷത്രജാതകർ. അധ്വാനിച്ച് ജീവിത വിജയം കണ്ടെത്തുന്ന നക്ഷത്രജാതകർ. ഇവർ ധാരാളം സംസാരിക്കുന്നവരാണ്. ഇവർ ധനവാന്മാരായിത്തീരുന്നവരുമാണ്. സ്നേഹവും ദൈവിക കാര്യങ്ങളിൽ താൽപ്പര്യവും ഇവർക്കുണ്ടാകും. കഴിഞ്ഞ കാലഘട്ടത്തിൽ ഇവർ ഒട്ടനവധി ദുഃഖങ്ങൾ അനുഭവിച്ചവരാണ്. ഇനി അവ മാറുകയാണ്. ഈ വരുന്ന 9, 10, 11 തീയതികളിൽ, അതായത് നാളെയും മറ്റന്നാളും അടുത്ത ദിവസവും ഈ നക്ഷത്രജാതകർക്ക് ഒരു അത്ഭുതം സംഭവിക്കും. പിന്നെ അങ്ങോട്ട് ഇവർക്ക് ഒട്ടനവധി നല്ല അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും. ആരെയും ഞെട്ടിക്കുന്ന രീതിയിലുള്ള ഒരു വലിയ മാറ്റമാണ് ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരുന്നത്. ഇവർ അനുഭവിച്ച സങ്കടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറുകയാണ്. ഇവർ എന്താണോ ആഗ്രഹിച്ചത് അതൊക്കെ ഈ നക്ഷത്രജാതകർക്ക് കിട്ടാൻ പോകുന്നു. ഒരുപാട് പരാജയപ്പെട്ട, ഒരുപാടെടുത്ത് നാണം കെട്ടിട്ടുള്ള, ഒരുപാട് അപമാനം സഹിച്ചിട്ടുള്ള ഈ നക്ഷത്രജാതകർക്ക് ഇനി സംഭവിക്കുന്നത് വലിയ വലിയ നേട്ടങ്ങൾ തന്നെയായിരിക്കും. നിങ്ങൾക്കറിയാനുള്ള ആഗ്രഹം, വരുന്ന 3 ദിവസത്തിനകം ഇവർക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു അത്ഭുതം സംഭവിക്കും എന്ന് പറഞ്ഞു. എന്തായിരിക്കും ആ അത്ഭുതം? ധനാഭിവൃദ്ധി തന്നെയാണ് പ്രധാനമായും ഈ നക്ഷത്രജാതകരിൽ ഞാൻ കാണുന്നത്. പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ ഈ നക്ഷത്രജാതകർക്ക് ഇനി ഒത്തിരി നേട്ടങ്ങൾ വന്നു ചേരാൻ പോകുന്നു. ഒരുപാട് സമൃദ്ധിയിലേക്ക് പോകാൻ പോകുന്നു. ആഗ്രഹങ്ങൾ ഒക്കെ സാധിക്കാൻ കഴിയുന്നു. ഈ അടുത്ത കാലത്ത് എന്നെ ഒരാൾ കാണാൻ വന്നിരുന്നു. ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും അനുഭവിക്കുന്ന ഒരു വ്യക്തി. എന്തൊക്കെ ചെയ്തു, എവിടെയൊക്കെ പോയി, പല ജ്യോതിഷന്മാരെയും പോയി കണ്ടു. എന്നിട്ടൊന്നും ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു മേൽഗതി ഉണ്ടാകുന്നില്ല. വഴിപാടുകൾ നടത്തുന്നുണ്ട്, ദാനധർമ്മങ്ങൾക്ക് പണം നീക്കിവെക്കുന്നുണ്ട്, ബിസിനസ് പരാജയത്തിലേക്ക് പോകുന്നു, സകല കാര്യത്തിലും തടസ്സങ്ങൾ. ജാതകം പരിശോധിച്ചപ്പോൾ ജ്യോതിഷന്മാർ പറഞ്ഞതൊക്കെ കറക്റ്റായിരുന്നു. ആ ജ്യോതിഷന്മാർ പറഞ്ഞ ഒരു കാര്യം ഈ ഒരു വ്യക്തി ചെയ്തില്ല എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. എല്ലാ കാര്യങ്ങളും ചെയ്യും, പക്ഷേ ഈ ഒരു കാര്യം ഇദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. അത് മറ്റൊന്നുമല്ല, കുടുംബക്ഷേത്രത്തിൽ പോകണം, കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തണമെന്ന് എല്ലാ ജ്യോതിഷന്മാരും ഇദ്ദേഹത്തിൻ്റെയൊക്കെ പറഞ്ഞു. പക്ഷേ ഇദ്ദേഹം പറയുന്നത്, എനിക്ക് എൻ്റെ കുടുംബക്ഷേത്രം ഏതാണ് എന്നറിയില്ല. അച്ഛൻ മരിച്ചു, അമ്മ മരിച്ചു, ഇനി ആരോട് ചോദിക്കും? ഞാൻ പലരോടും ചോദിച്ചു, പക്ഷേ എനിക്കറിയില്ലായിരുന്നു എന്ന്. എന്നാൽ നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ പോകാതെ നിങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒന്നും മാറില്ല. കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തണം. അവിടെ വഴിപാടുകൾ നടത്തി മുന്നോട്ട് പോകുന്ന ഏതൊരു വ്യക്തിക്കും വിജയം കാണുവാൻ സാധിക്കും. പ്രശ്നം വെച്ച് നോക്കി, കുടുംബക്ഷേത്രം കണ്ടുപിടിച്ചു. അത് മറ്റെങ്ങുമല്ല, ഭദ്രകാളി ക്ഷേത്രം തന്നെയാണ്. കുടുംബക്ഷേത്രം അറിയില്ല എങ്കിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ നടത്തി മുന്നോട്ട് പോവുക. തീർച്ചയായും ഈ നക്ഷത്രജാതകർക്ക് രക്ഷപ്പെടാൻ സാധിക്കും. നിങ്ങൾ ആരാണെങ്കിലും, നിങ്ങൾ എത്ര വലിയ ബുദ്ധിമുട്ട് സഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും രക്ഷപ്പെടാൻ സാധിക്കും, ഉറപ്പാണ്. ഈശ്വരാധീനം വേണം. ക്ഷേത്രദർശനം നടത്തണം. വഴിയിൽ വിശന്ന് വലഞ്ഞു നിൽക്കുന്നവന് ഒരു നേരത്തെ അന്നം കൊടുക്കാൻ മടികാട്ടരുത്. ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം, ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും നീങ്ങി ഒരുപാട് സമ്പൽ സമൃദ്ധിയിലേക്ക് പോകുന്ന ആ നക്ഷത്രജാതകരെ. അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നേദിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. മിഥുനത്തിൻ്റെ അധിപനായ ബുധൻ്റെ രക്ഷ ഇനി ഇവർക്കുണ്ടാകും. ആയതിനാൽ വെറും 3 ദിവസം കൊണ്ട് ഒരു അപ്രതീക്ഷിതമായ ഭാഗ്യം, ഒരു സൗഭാഗ്യം ഇവരെ തേടി വരും. ഒത്തിരി നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന, ഒത്തിരി സൗഭാഗ്യം ഉണ്ടാക്കിയെടുക്കുന്ന, വാക്കിലും പെരുമാറ്റത്തിലും അല്പം ശ്രദ്ധ വേണ്ടുന്ന, പണത്തിൻ്റെ ബുദ്ധിമുട്ട് ധാരാളം ഉള്ള ഈ സമയത്ത്
രക്ഷപ്പെടാൻ കഴിയുന്ന ആ നക്ഷത്ര ജാതകരിൽ ആദ്യത്തെ നക്ഷത്രം അശ്വതിയാണ്. സാമ്പത്തിക നേട്ടമുണ്ടാക്കും, കാശുണ്ടാക്കും, കാശുകാരാകും. ഒരു ലോട്ടറി ഭാഗ്യമൊക്കെ ചിലപ്പോൾ ദൈവം തമ്പുരാൻ കടാക്ഷിച്ചാൽ, നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം കടാക്ഷിച്ചാൽ നിങ്ങൾക്കുണ്ടാകും. ഈ ഒരു 3 ദിവസം നിങ്ങളെ സംബന്ധിച്ച് നേട്ടമാണ്. പിന്നീട് അങ്ങോട്ട് ഉയർച്ചയായിരിക്കും. അടുത്തത് ഭരണിയാണ്. ഇഷ്ടവിവാഹത്തോടെ ധനവാനാകും. കാർത്തിക കച്ചവടം ചെയ്ത് കാശുണ്ടാക്കും, വാഹനം വാങ്ങും. തിരുവാതിര ധാരാളം ലോട്ടറി അടിക്കും, സുന്ദരമാകും ജീവിതം. പുണർതം 2 മാസത്തിനകം ജോലിയിൽ കയറാൻ സാധിക്കും. പക്ഷേ ഈ ഒരു സമയം 3 ദിവസം നിങ്ങളെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ്. ആയില്യം ഇതുവരെ കഷ്ടപ്പാടായിരുന്നു, എന്നാൽ ഒരു പുതിയ മാറ്റം വരാൻ പോകുന്നു. ഒരു വീട് വാങ്ങുവാനുള്ള യോഗം വന്നു ചേരുന്നു. തൃക്കേട്ട ധനലഭ്യതയാണ് ഇവരിൽ കാണുന്നത്, രക്ഷപ്പെട്ടിരിക്കും. മൂലമാണ് അടുത്ത നക്ഷത്രം, നല്ല ജോലി ലഭിക്കാൻ യോഗമുണ്ട്. വിവാഹത്തിന് ശേഷമായിരിക്കും മൂലം നക്ഷത്ര ജാതകർക്ക് വലിയൊരു നേട്ടം വന്നു ചേരുക. എന്നാലും ഈ ഒരു 3 ദിവസം ഇവരെ സംബന്ധിച്ച് വളരെ ഭാഗ്യത്തിൻ്റെ സമയമാണ്. പൂരാടം നല്ല സാമ്പത്തിക ഉയർച്ചയുണ്ടാകുന്ന സമയമാണ്. ലോട്ടറിയൊക്കെ എടുക്കുന്നവരാണ് എങ്കിൽ ഈ 3 ദിവസത്തിനകം ഒരു കുഞ്ഞു പ്രൈസെങ്കിലും, ഒരു 100 രൂപയെങ്കിലും അടിക്കാതിരിക്കില്ല. എഴുതി വെച്ചോ ഈ കാര്യം, അത്രയേറെ നല്ലതാണ്. അമ്പലത്തിലൊക്കെ പോയിട്ട് തിരിച്ചിറങ്ങി വരുമ്പോൾ ഒരു ലോട്ടറിക്കാരെ സമീപിക്കുമ്പോൾ ഒരു ലോട്ടറിയെങ്കിലും നല്ല നമ്പറാണ്, ഇഷ്ട നമ്പറാണ്, മനസ്സിൽ തോന്നുന്നുവെങ്കിൽ ഒന്നെടുത്തേക്കുക. ഭാഗ്യം കടാക്ഷിക്കും, ഉറപ്പാണ്. ജീവിതത്തിൽ രക്ഷപ്പെടേണ്ട സമയമാണ്. തിരുവോണമാണ് അടുത്ത നക്ഷത്രം. ഇപ്പോൾ മോശ സമയമൊക്കെയാണ് എന്നാണ് പറയുന്നത്. പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് ഈ 3 ദിവസം വളരെ അനുകൂലമായിരിക്കും, രക്ഷപ്പെടുക തന്നെ ചെയ്യും. ഏതായാലും സെപ്റ്റംബർ മാസം 8 ശേഷം 3 ദിവസം കൊണ്ട് ഒരു നല്ല കാര്യം ഈ നക്ഷത്ര ജാതകർക്കൊക്കെയും നടന്നിരിക്കും. അടുത്ത നക്ഷത്രം പൂരുരുട്ടാതിയാണ്. ബുധൻ ബുദ്ധിയുടെ കാരകനാണ്. ഇവിടെ ഭാഗ്യം നിങ്ങൾക്കാണ് തുണച്ചിരിക്കുന്നത്. രക്ഷപ്പെടും, ഉറപ്പായും രക്ഷപ്പെടും, ഭാഗ്യമാണ്. അടുത്ത നക്ഷത്രം രേവതിയാണ്. തെറ്റി നിൽക്കുന്ന ആളെ ആ പിണക്കമൊക്കെ മാറ്റി സ്നേഹത്തോടെ അടുപ്പിക്കുവാൻ നിങ്ങൾക്ക് കഴിയും. രക്ഷപ്പെടും, ഉറപ്പാണ്. ഈ പറഞ്ഞ നക്ഷത്രജാതകരൊക്കെയും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം. അവിടെ ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി നടത്തുക. അതുപോലെ തന്നെ മറ്റൊരു വഴിപാട് കൂടി ചെയ്യണം. വളരെ ചാർജൊക്കെ കുറവാണ്, അതുമൊന്ന് ചെയ്തേക്കുക. അത് മറ്റൊന്നുമല്ല, ഐക്യമത്യ സുക്താർച്ചന. കുടുംബവുമായി ഐക്യമുണ്ടാകണം. നിങ്ങളുടെ കച്ചവട സ്ഥാപനത്തിൽ ഐക്യത ഉണ്ടാകണം. നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു വിജയം വന്നു ചേരണം. തീർച്ചയായും ഇതിനൊക്കെ കഴിയും. ഇനി പണത്തിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ മാറി എല്ലാ രീതിയിലും നിങ്ങൾ പെൻഡിങ്ങായി ഇട്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സാധിച്ചെടുക്കുവാൻ നിങ്ങൾക്ക് കഴിയും. ഒന്നും സാധിക്കുന്നില്ല എന്ന നിങ്ങളുടെ പരിഭവവും പിണക്കവും ഒക്കെ മാറി ഒരുപാട് സമ്പന്നതയിലെത്തുവാൻ നിങ്ങൾക്ക് കഴിയുന്ന സമയമാണ്. അങ്ങനെ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങൾ അറിയുവാൻ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. മറുപടി തരും. നന്ദി, നമസ്കാരം.